നമ്മളവിടെ നേരത്തെ പറഞ്ഞ ഫോർമുല എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 1 - R/100 ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇറ്റ് ഈസ് സോൾഡ് ഫോർ ₹680 എന്ന് പറഞ്ഞ് 680 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറയണത് അല്ലേ? അപ്പോൾ 680 ഈക്വൽ ടു, ഇനി എന്താ നമ്മളോട് അവിടെ പറയണത്? മാർക്ക്ഡ് പ്രൈസാണ് അല്ലേ? മാർക്ക്ഡ് പ്രൈസിനെ നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. മാർക്ക്ഡ് പ്രൈസിനെ ഞാൻ MP എന്ന് തന്നെ വിളിച്ചു. ഇൻറ്റു 1 - R/100 15% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 15/100. അപ്പോൾ അതെന്താ വരിക? 680 ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 1 - 15/100നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 100 - 15/100 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 680 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100ന്ന് 20 കുറച്ചാൽ 80 വരിക അല്ലേ? അപ്പോൾ 100ന്ന് 15 കുറച്ച് എത്രയായിരിക്കും? 85 ഈക്വൽ ടു മാർക്ക്ഡ് പ്രൈസ് എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് വരിക? മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ? അടുത്ത ചോദ്യം നോക്കൂ. എ ഷോപ്പ് കീപ്പർ, ഒരു മിനിറ്റ് വായിക്കാം നമുക്കത്. എ ഷോപ്പ് കീപ്പർ on the eve of Diwali allowed a series of discount on television sets. Find the selling price of television set if the marked price of television is ₹1000. ആ മാർക്ക്ഡ് പ്രൈസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1000 രൂപയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സക്സസീവ് ഡിസ്കൗണ്ടുകൾ എത്രയാണ് പറഞ്ഞിട്ടുണ്ട്? 10% ആൻഡ് 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സക്സസീവ് ഡിസ്കൗണ്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് R1%, R2% എന്ന കണക്കായിരുന്നു നമ്മൾ സക്സസീവ് ഡിസ്കൗണ്ടുകൾക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ 10%നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? R1 ആക്കിയിട്ട് R1%, രണ്ടാമത്തത് 5% എന്ന് പറയുന്നതിനെ നമുക്ക് R2% എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലകൾ പ്രകാരം നമ്മൾ സെല്ലിംഗ് പ്രൈസിന് ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. സക്സസീവ് ഡിസ്കൗണ്ട് വെച്ചിട്ട് R1%, R2%, R3%ൻ്റെ ഫോർമുലകൾ ഇവിടെ കിടക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതിന് നമുക്ക് മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 1 - R1/100 ഇൻറ്റു 1 - R2/100 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ലേ? ഇതിൽ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? 1000 രൂപയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ 1000 ഇൻറ്റു 1 - R1 എത്രയാ? ആദ്യത്തെ ശതമാനം എന്ന് പറയുന്നത് 10 10/100 ഇൻറ്റു രണ്ടാമത്തെ R2 എന്ന് പറയുന്നത് 5 അല്ലേ? അപ്പോൾ 1 - 5/100. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും കിട്ടുക. അതെന്താ വരിക? 1000 ഇൻറ്റു 1 - 10/100 എന്ന് പറഞ്ഞാൽ 100 - 10/100 വരും. 100 - 10 90, 90/100 ഇൻറ്റു 100 - 5 95 വരില്ലേ? 95/100 വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറോസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ 855. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 855 ആയിരിക്കും ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന്
പറയുന്നത്. നീ ഇവിടെ നോക്കൂ, അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ഫാസ്റ്റ് ട്രാക്ക് ടെക്നിക്കാണ് അല്ലേ. എന്താ ടെക്നിക്ക് പറയുന്നതെന്ന് നോക്കൂ. സിംഗിൾ ഡിസ്കൗണ്ട് ഇക്വാലൻറ്റ് ടു 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് R1% ആൻഡ് R2% is equal to ഈ R1%നോടും R2%നോടും ഇക്വാലൻ്റ് ആയി ഒരു സിംഗിൾ ഡിസ്കൗണ്ട് എത്രയാണ് വരുന്നത്? രണ്ട് സക്സസീവ് ഡിസ്കൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഡിസ്കൗണ്ട് എത്രയാണ് വരുന്നത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക ചോദിച്ചാൽ R1 + R2 - R1 × R2/100% ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, വാട്ട് വിൽ ബി ദ സിംഗിൾ ഇക്വാലൻറ്റ് ഡിസ്കൗണ്ട് ഫോർ സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 10% and 5% ഓൺ മാർക്ക്ഡ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കി നോക്കൂ, 2 ഡിസ്കൗണ്ടാണ് പറയണത്. ഒന്ന് 10%, അതിനെ നിങ്ങൾക്ക് R1% എന്ന് വിളിക്കാം. ആൻഡ് 5% എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? R2% എന്ന് വിളിക്കാം. ഇതിൻ്റെ രണ്ടെണ്ണത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഗിൾ ഇക്വാലൻ്റ് ഡിസ്കൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. R1 + R2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 10 + 5 - R1 × R2 എന്ന് പറഞ്ഞാൽ എന്താ? 10 × 5 / 100%. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആൻസർ അവിടെ എന്താ വരുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാ? 14.5% ആയിരിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ അടുത്ത ഫോർമുല നോക്കൂ. സിംഗിൾ ഡിസ്കൗണ്ട് ഇക്വാലൻറ്റ് ടു 3 സക്സസീവ് ഡിസ്കൗണ്ട്സ്. 3 സക്സസീവായിട്ടുള്ള ഡിസ്കൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ R1, R2, R3%കളാണ് ഡിസ്കൗണ്ടുകളായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് 3 കൂടി സിംഗിളായിട്ടുള്ളൊരു ഡിസ്കൗണ്ട് എന്തായിരിക്കും? 1 - R1/100 × 1 - R2/100 × 1 - R3/100% × 100%. കണ്ടോ? ഇവിടെ ചോദ്യത്തിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ അതിൻ്റെ ഉത്തരം സിംഗിൾ ഇക്വാലൻ്റ് ഡിസ്കൗണ്ട് ഫോർ സക്സസീവ് ഡിസ്കൗണ്ട് 10% തന്നിട്ടുണ്ട്, 20% തന്നിട്ടുണ്ട്, 15% തന്നിട്ടുണ്ട്. അപ്പോൾ 10% എന്ന് പറയുന്നത് R1 ആയി, 20% എന്ന് പറയുന്നത് R2 ആയി, 15% എന്ന് പറയുന്നത് എന്തായി? R3 ആയി. അപ്പോൾ R1, R2, R3 കിട്ടിയില്ലേ? ഇനി ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. 1 - 10/100 × 1 - 20/100 × 1 - 15/100 × 100%. അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് നമുക്ക് അവിടെ വരേണ്ടത്. അത് എത്ര ആൻസർ വരിക? 38.8% ആണ്.